ഇന്ന് നമുക്ക് ക്രീം ഷെയ്ഡിൽ നല്ല ചെറിയ എംബ്രോയിഡറി വർക്ക് ചെയ്തു വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു വലിയ റേറ്റും ഇല്ല കേട്ടോ. 1550 ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസാണ്. അപ്പം ഇതിൻ്റെ എല്ലാം പീസസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക. ainsboutique.com ആണ് നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക്. അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മൾ നമ്മുടെ ഇൻസ്റ്റയിൽ, യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് കാണുന്നവർ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ഒക്കെ ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യുന്നവർക്ക് നമ്മൾ എല്ലാ മാസവും 9 പേർക്ക് വീതം നറുക്കിട്ട് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് നമുക്ക് ഇപ്പോൾ ജാനുവരി തീരാൻ പോവുകയാണ് ഇന്നത്തോടെ. നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് നമ്മൾ അതിൻ്റെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ആർക്കൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എയിൻസ് ബൊട്ടീക്ക് എന്നാണ്. എയിൻസ് ബൊട്ടീക്കിലിടുന്ന എല്ലാ വീഡിയോസും അതിനകത്തിടുന്ന എല്ലാ പോസ്റ്റുകളും എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബ് എടുക്കുക. നമ്മുടെ ഫോണിൽ യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കണ്ണാടിയുടെ ഷേപ്പിലുള്ള ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് എയിൻസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. എയിൻസ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ എയിൻസ് ബൊട്ടീക്ക് എന്ന് വരും. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്തു. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് എയിൻസ് എന്നുള്ള എംബ്ലത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് എന്ന് കിടപ്പുണ്ട്. ആ സബ്സ്ക്രൈബ്ഡ് എന്ന് കിടക്കുന്നതിൻ്റെ ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്. ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ആ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ എങ്ങനെ എടുക്കണം, എങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷൻ എവിടെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഹോം പേജിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഹോം എന്നുള്ള ഇവിടെ ഒരു താഴെ കാണുന്ന ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിലൊരു ബെൽ ബട്ടൺ കാണും. ആ ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് എയിൻസ് ബൊട്ടീക്ക് അപ്ലോഡഡ് ചുരിദാർ മെറ്റീരിയൽസ്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റായിട്ട് നമ്മൾ വീഡിയോസിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ എല്ലാ വീഡിയോസും നമുക്ക് കാണാനായിട്ട് പറ്റും. താങ്ക് യു. ഫസ്റ്റ് വരുന്നത് നമുക്ക് ക്രീമിൽ ഇതേപോലെ വളരെ ചെറിയ എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസ്. എല്ലാത്തിനും നമ്പർ കൊടുത്തിട്ടുണ്ട്. സാരി നമ്പർ 1 ആണ്. അപ്പോൾ സ്ക്രീൻഷോട്ട് ഇടുന്ന കൂടെ സാരിയുടെ നമ്പറും കൂടെ ഇടണേ. കാരണം അല്ലെങ്കിൽ നമുക്ക് ഈ എംബ്രോയിഡറി വർക്ക് ചെറിയ ഡിഫറൻസസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മേക്ക് ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഫസ്റ്റ് കളർ കോമ്പിനേഷൻ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. സെമി സിൽക്കാണ് സാരി വരുന്നത്. നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാം. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. ഒതുങ്ങി കിടക്കുന്ന സാരീസുമാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുമാണ്. സാരി നമ്പർ 1. അപ്പോൾ ഇത് ടാസിൽസൊക്കെ അറ്റാച്ച്ഡ് ആണ്. നമുക്ക് പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ലോവർ ഹാഫിലാണ് ഈ എംബ്രോയിഡറി. സാധാരണ നമുക്ക് എംബ്രോയിഡറി വർക്കിൻ്റെ സാരീസ് വരുന്ന അതേ പാറ്റേണിൽ. അതേപോലെ തന്നെ ബ്ലൗസ് വരുമ്പോൾ സെയിം ടോണിൽ തന്നെ വരുന്ന പ്ലെയിൻ ബ്ലൗസാണ് വരുന്നത്. 1550 റേഞ്ചിൽ വരുന്ന സാരീസ്. ഇതാണ് ഫസ്റ്റ് സാരി, സാരി നമ്പർ 1. സാരി നമ്പർ 2. സാരി നമ്പർ 2 വരുമ്പോഴും ഇതാണ് അതിൻ്റെ ഡിസൈൻ്റെ കളർ വരുന്നത്. ബേസ് കളർ സെയിം തന്നെയായിരിക്കും. കണ്ടോ, ഒരു ലാവൻഡർ പിങ്ക് ആൻഡ് ലൈറ്റ് പിങ്ക് അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് വരുന്നത്. സാരി നമ്പർ 2. സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ. ഈ എംബ്രോയിഡറിയിൽ വന്നിരിക്കുന്ന കളറിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സാരി നമ്പർ 3. ഇങ്ങനെ ഒത്തിരി വലിയ വർക്കൊന്നും ഇഷ്ടമില്ലാത്തവർക്കൊക്കെ നല്ല സാരീസാണ് കേട്ടോ. പർപ്പിൾ ആൻഡ് ലാവൻഡർ കോമ്പിനേഷൻ. സാരി നമ്പർ 3. എല്ലാത്തിനും ടാസൽസ് ഒക്കെ അറ്റാച്ച്ഡ് ആണ്. സാരി നമ്പർ 3. സ്ക്രീൻഷോട്ട് ഇടുമ്പോൾ സാരിയുടെ നമ്പറും കൂടെ ഇടാൻ മറക്കരുത് കേട്ടോ. സാരി നമ്പർ 3. സാരി നമ്പർ 4. 4 വരുമ്പോൾ ഒരു പീച്ച് പിങ്ക് കോമ്പിനേഷൻ. ഇങ്ങനെ ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റർ കോമ്പിനേഷനിലാണ് വരുന്നത്. സാരി നമ്പർ 4. സാരി നമ്പർ 5. 5 വരുമ്പോൾ ഒരു പിങ്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ. സാരി നമ്പർ 5 ഒരു പിങ്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷൻ. ബാക്കി പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ബ്ലൗസ് വരുന്നതും സെയിം ടോണിൽ തന്നെ വരുന്ന പ്ലെയിൻ ബ്ലൗസാണ്. സാരി നമ്പർ 5
പിങ്ക് ആൻഡ് ഗ്രേ. സാരി നമ്പർ 5. സാരി നമ്പർ 6. സാരി നമ്പർ 6 വരുമ്പോൾ ഒരു ലൈറ്റ് ഒരു ചോക്ലേറ്റ് ബ്രൗണും ഒരു പിങ്കിൻ്റെ ഒരു ലൈറ്റർ ടോണും കൂടെയാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. സാരി നമ്പർ 6. എല്ലാം നല്ല എംബ്രോയ്ഡറിയുടെ കളറെല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ സെമി സിൽക്കിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. ഇതൊരു ക്രീം ഷെയ്ഡാണ് സാരിയുടെ ബേസ് കളർ വരുന്നത്. അപ്പോൾ വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന സാരിയാണ്. ലൈറ്റ് വെയ്റ്റ് ആണ്, ഒതുങ്ങി കിടക്കുകയും ചെയ്യും. പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.